എന്നുള്ളിൽ ബലം നൽകി നീ മുൻപോട്ടു പോകുവാൻ, എന്നുള്ളിൽ ബലം നൽകി നീ മുൻപോട്ടു പോകുവാൻ, തീരയേറുമ്പോഴും തീരം കാണാത്തപ്പോഴും വിളിച്ചവനൻ മുൻപിലുണ്ടേ. ഇരുളും തിരയും മാറുമേ, വിളിച്ചവനൻ മുൻപിലുണ്ടേ. ഇരുളും തിരയും മാറുമേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ്. ശ്രദ്ധിച്ചാട്ടെ. അബ്രഹാം സാറായിയോട്, നിന്റെ ദാസി നിന്റെ കയ്യിൽ ഇരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞു. സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ട് ഓടിപ്പോയി. ആമേൻ. അബ്രഹാമിൻ്റെ വീട്ടിലെ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിൻ്റെ കാര്യം സാറ വന്ന് അബ്രഹാമിനോട് പറയുകയാണ്, ഹാഗാർ തന്നെ അനുസരിക്കുന്നില്ല. ഇതാണ് പ്രശ്നം. അതിനകത്ത് ഈ വ്യക്തി ഒത്തിരി ഡിസ്റ്റർബ് ആകുമ്പോൾ അബ്രഹാം അതിനൊരു അഡ്വൈസ് കൊടുക്കുകയാണ്, നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക. ആമേൻ. ചില പ്രശ്നങ്ങളെ നിങ്ങൾ വാഴേണ്ടവരാണ്. ഇതിനകത്തൊരു ആത്മീയ അർത്ഥമുണ്ട്. അത് ഗലാത്യ ലേഖനത്തിൽ പറയുന്നു. ഈ സാറയെ ഞെരുക്കുന്ന ഹാഗാറിനെ ഒരു വ്യക്തിയിലെ ജഡതാല്പര്യങ്ങളെ കുറിച്ചാണ് കാണിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞേ, ആ ജഡം മനുഷ്യനെ പുറത്താക്കുക. നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്തും നമ്മളെ വിട്ടുപിരിയാതെ നമ്മളെ തകർക്കുന്ന ചില ഏറികളുണ്ടായിരിക്കാം. അതിനോട് നിങ്ങൾ മൃദുത്വം കാണിച്ചാൽ അതൊരിക്കലും നിങ്ങളെ വിട്ടു പോകത്തില്ല. അതിനോട് കഠിനത്തോടെ ഇടപെടണം. ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അകത്തെ ചില വിട്ടുമാറാതെ നമ്മെ അനുഗമിക്കുന്ന ചില സാഹചര്യങ്ങളെയും ചില പ്രകൃതങ്ങളെയും കാണിക്കുന്നതാണ്. അതിനോട് നമ്മൾ പൊരുത്തപ്പെടുകയോ അഡ്ജസ്റ്റ് ചെയ്യുകയോ അതിനെ പൊതിഞ്ഞു പിടിക്കുകയോ ചെയ്താൽ അത് ഒരിക്കലും നമ്മളെ വിട്ട് മാറത്തില്ല. പരിശുദ്ധാത്മാവ് പറയുകയാണ്, അതിനെ പുറത്താക്കുക. ഇവിടെ ഒരു വ്യക്തി എന്നുള്ള കാര്യമല്ല ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുന്ന ചില ഡിസ്റ്റർബ് ചെയ്യുന്ന ചില വിഷയങ്ങളുണ്ട്. അവിടെ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇതിനെ പുറത്താക്കുക. അത് ചിലപ്പോൾ ഭയമായിരിക്കാം, അത് ചിലപ്പോൾ ചില ഇമോഷണൽ പ്രോബ്ലംസും ആയിരിക്കാം, അത് ചിലപ്പോൾ ദൈവജനത്തിന് നിരക്കാത്ത ചില സ്വഭാവ വൈകല്യങ്ങളായിരിക്കാം, അത് ചിലപ്പോൾ പൈതൃകമായി കിട്ടിയ ചില സ്വഭാവങ്ങളായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ദൈവവചനം വായിച്ചപ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലായെങ്കിൽ അതിനെ ഓർത്ത് കരയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അതിനെ നിങ്ങൾ അബ്രഹാമിൻ്റെ സഹായം ചോദിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് നിങ്ങൾ അതിനോട് ഇടപെടുക. നിന്റെ ഇഷ്ടം പോലെ ചെയ്തു കൊടുക്കുക. ചേർത്ത് പിടിച്ചാൽ അത് കൂടെ നിൽക്കും, ആട്ടിയാൽ അത് പോകും. പക്ഷേ അവിടെ സാറായി കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ട് ഓടിപ്പോയി. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ചില സ്ട്രഗിളുകളെ ആണ് കർത്താവിനെ കാണിക്കുന്നത്. നിങ്ങൾ പറയാറുണ്ട്, ഈ സ്ട്രഗിൾ ഇല്ലായിരുന്നു എനിക്ക് കുറച്ചുകൊണ്ട് ദൈവത്തോട് എടുക്കാമായിരുന്നു, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അതിനെ ശാസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അതിനോട് ഫൈറ്റ് ചെയ്യുക. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. ഇന്നത്തെ ഈ വചനം നിങ്ങളെ അലട്ടുന്ന ചിലതിനെ പുറത്താക്കുന്ന ഒരു ദൈവശക്തി തരുന്നതാണ്. അത് നിങ്ങളെ വിട്ടുമാറും.
ആ പ്രോബ്ലം നിങ്ങളെ വിട്ട് മാറും. ആ ഭയം, ആ ബലഹീനത, ആ സ്വഭാവദൂഷ്യം, ആ പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥ, ആ വൈരാഗ്യം, ആ കയ്പ്, ആ പിണക്കം, ആ മത്സരം, ദൈവവചനത്തിന് വിരോധമായി നിൽക്കുന്ന അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകാൻ പോവുകയാണ്. യെസ്, നിങ്ങൾ തന്നെ അതിനെ പുറത്താക്കി നിങ്ങൾ സമാധാനത്തിൽ തുടരാൻ പോവുകയാണ്. യെസ്, ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ സാഹചര്യങ്ങളോ ഞങ്ങളുടെ ഇമോഷൻസോ ഞങ്ങളെ ഭരിക്കാതെ വണ്ണം പരിശുദ്ധാത്മാവെ അതിനെ ഞങ്ങൾ വാഴുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് ശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തികളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവുടെ ജീവിതത്തിൽ, അവരുടെ ആത്മീയ ജീവിതത്തിൽ അവരോട് സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളെയും പുറത്താക്കി അതിന്മേൽ വാഴുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ അനുഭവിക്കുന്ന എല്ലാ സ്ട്രഗിൾസിൽ നിന്നും ഞങ്ങൾ അവരെ പുറത്തു കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഉയർന്ന ഒരു ഷിഫ്റ്റിലേക്ക് കർത്താവെ അങ്ങ് അവരെ നയിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഈ തിരുവചനത്തെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ് പറയുന്നല്ലോ, ഞങ്ങളെ കുത്തുന്ന, ഞങ്ങളെ ദിവസവും അസ്വസ്ഥപ്പെടുത്തുന്ന ചിലത് ഞങ്ങളെ വിട്ട് മാറിപ്പോകുമെന്ന്. യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവത്തിനും ദൈവവചനത്തിനും ദൈവപരിജ്ഞാനത്തിനും ദൈവ അഭിഷേകത്തിനും ദൈവകൃപയ്ക്കും ദൈവ സാന്നിധ്യത്തിനും ദൈവബന്ധത്തിനും വിരോധമായി ഞങ്ങളുടെ ജീവിതത്തിനകത്ത് തുടരുന്നതിനെ ഞങ്ങൾ അധികാരമുള്ള യേശുവിനെ നന്ദി പുറത്താക്കുന്നു. ഞങ്ങൾ കുറച്ചും കൂടെ ശക്തരാകാൻ പോകുന്നു. ഞങ്ങൾ കുറച്ചും കൂടെ പ്രാർത്ഥനാ മനുഷ്യരാകാൻ പോകുന്നു. ഞങ്ങൾ കുറച്ചും കൂടെ ആത്മാവിൽ ഓടുവാൻ കർത്താവ് ഞങ്ങൾക്ക് ബലം തരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആത്മമണ്ഡലത്തിൽ നിന്ന് ജയവും അത്ഭുതവും സ്വീകരിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജനത്തെ എല്ലാവരും അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശലോം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.